ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്നിവിടെ ഉള്ളത് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ അറൗണ്ട് ഒരു 5 ഇയേഴ്സോളായിട്ട് കൊച്ചിയിലുണ്ട്, പക്ഷേ ഇതുവരെ എനിക്ക് കളി കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്നലത്തെ കളി എന്തായാലും കാണാമെന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റേഡിയത്തിൽ കയറിയിരിക്കുന്നുള്ള വ്യൂ ആണിത്. നമ്മൾ ഇരുന്നത് 10 നമ്പർ ആ ഒരു സൈഡിലുള്ള സീറ്റിങ്ങിൻ്റെ അവിടെയായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്കും കളി തുടങ്ങി അറൗണ്ട് ഒരു 7:30 എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അവരുടെ സൈഡിൽ നിന്ന് വന്ന എന്തോ മിസ്റ്റേക്കാണ്. ആൾക്കാരെല്ലാവരും കയറാൻ നേരത്ത് ഒരുപാട് ലേറ്റായി, കളി തുടങ്ങിക്കഴിഞ്ഞായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കളി ബ്ലാസ്റ്റേഴ്സ് 3 ഗോളിന് ജയിച്ചതിൻ്റെ ഒരു ഇതിലാണ് കളി കാണാൻ പോയെങ്കിലും, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ കളിയും തോറ്റു 1-0 FC ഗോവയായിട്ട്. ഫസ്റ്റ് ഹാഫിലായിരുന്നു അവരെ ഗോൾ അടിച്ചത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് നമ്മുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ കളിച്ച് വന്നതാണ്, പക്ഷേ എന്തോ ഗോള് മാത്രം അടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് നേരം കളിയൊക്കെ കണ്ട് അവിടെ ഇരുന്ന് ആ ഒരു മഞ്ഞപ്പട എന്ന് പറയുന്ന ആ ഒരു സൈഡിൽ എഴുതിയിരിക്കുന്ന ഭാഗത്തുള്ളവർ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല ആവേശം തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ഗോളും ഓരോ പെർഫോമൻസും ആൾക്കാരുടെ ഇടയിലൊക്കെ നല്ലപോലെ അവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആവേശമൊക്കെ തോന്നും. പിന്നെ അതുപോലെ നമ്മുടെ ഗോളി സച്ചിൻ ഒരു രക്ഷയില്ല. പുള്ളി നല്ല അടിപൊളി പെർഫോമൻസാണ്. എന്ത് പറയേണ്ടതെന്നറിയില്ല, അത്രയും നല്ല രീതിയിലാണ് പുള്ളി പെർഫോം ചെയ്യുന്നതും. ഓരോ മൂവ് നമ്മുടെ സൈഡിലോട്ട് വരുന്ന എന്നൊക്കെ ഉണ്ട്. അപ്പം പുള്ളിയുടെ പെർഫോമൻസ് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഓരോ ടൈമിലും 7 ഇതാണ് സച്ചിൻ, അറിയില്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞതാണ്. അപ്പം പുള്ളി അങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഇങ്ങനെ സേവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ക്രൗഡ്സിൻ്റെ സൈഡിൽ നിന്നുള്ള എൻകറേജ്മെൻറ്റും എല്ലാം ഒരു ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ലൈവായിട്ട് പോയിരുന്നു ഇങ്ങനെ ഒരു ഫുട്ബോൾ മാച്ച് കാണുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായി, നമുക്കും ആ ഒരു ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഗോളിന് വേണ്ടിയിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും ഗോളായില്ല. ഈ ഒരു സൈഡിലും റൈറ്റ് ലെഫ്റ്റ്, അതായത് ഞാനിരുന്ന ആ റൈറ്റ് ലെഫ്റ്റ് സൈഡിലും ഉള്ള ഫാൻസ് നല്ല അടിപൊളിയായിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഗോവൻ ടീമിൽ പണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്ന ജിങ്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ആരൊക്കെയാണ് എന്താണ് ടീമിലുള്ളത്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കുറച്ച് പേരെയൊക്കെ അറിയില്ലാതെ ഇങ്ങനെ ഫുട്ബോൾ ഞാൻ അങ്ങനെ കാണാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും അറിയില്ല. അങ്ങനെ ഫൈനൽ വിസിൽ വന്നിരിക്കുകയാണ്.